കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ശശി തരൂർ വീണ്ടും പാർട്ടി തട്ടകത്തിന് പുറത്ത് സ്വന്തം നിലപാടുകൾ ശക്തമാക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. കോൺഗ്രസ് വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിച്ചും കേന്ദ്ര സർക്കാർ പദ്ധതികളെ പിന്തുണച്ചും തരൂർ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് ഒടുവിൽ പാർട്ടി കടിഞ്ഞാണിടാൻ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂരിന്റെ പാർലമെന്റ് സമ്മേളനത്തിലെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ വികസന പദ്ധതികളെ പിന്തുണച്ച് തരൂർ വീണ്ടും രംഗത്തെത്തിയതാണ് നിരീക്ഷണത്തിന് പ്രധാന കാരണം. ഇതിനു പുറമെ കൊച്ചിയിലെ ഹോർത്തൂസ് പരിപാടിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ തുറന്നു പറച്ചിലുകൾ പാർട്ടിയിലെ അതൃപ്തിയുടെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട്. 16 വർഷമായി കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് ഇപ്പോൾ പറയാൻ തനിക്ക് ധൈര്യമില്ലെന്നും നേതൃപരമായ പദവികളൊന്നും തന്നിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കി. പാർട്ടി വിടാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും പാർട്ടിയിലെ ചിലർ ആവശ്യപ്പെട്ട് കാണുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. എല്ലാ BJP-ക്കാരും വർഗീയവാദികളല്ലെന്ന തരൂരിന്റെ പ്രസ്താവനയും വലിയ വിവാദമായി. ഈ സാഹചര്യത്തിൽ തരൂർ പാർട്ടി വിടുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. എങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതിൽ ഹൈക്കമാൻഡ് മടിക്കുകയാണ്. മോദി സർക്കാരിനെ പ്രശംസിക്കുന്നതിനെതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യം ഹൈക്കമാൻഡിനില്ലെന്നും തരൂർ സ്വയം വിട്ടുപോകട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളിൽ ഉള്ളതെന്നുമുള്ള വിലയിരുത്തലുകളും ശക്തമാണ്. പാർലമെന്റ് വിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയും തരൂർ തള്ളിക്കളയുന്നില്ല. പാർട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്ന തരൂർ നേരത്തെയും മോദി സ്തുതിയുടെ പേരിൽ വിവാദമുണ്ടാക്കിയിരുന്നു. ഓരോ വിവാദവും ഉണ്ടാകുമ്പോൾ തരൂർ രാജിവെച്ചിട്ട് അഭിപ്രായം പറയട്ടെ എന്ന നിലപാടാണ് കേരളത്തിലെ നേതാക്കൾ സ്വീകരിച്ചിരുന്നത്. പുകച്ച് പുറത്തു ചാടിക്കാനാണ് കേരളത്തിലെ നേതാക്കളുടെ ശ്രമമെങ്കിൽ പുറത്താക്കിയാൽ പോകാം എന്ന മനോഭാവത്തിലാണ് തരൂർ നിലയുറപ്പിച്ചിരിക്കുന്നത്. മോദി സർക്കാരിനെ പുകഴ്ത്തുന്നതും PM ശ്രീ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ പാർട്ടി നടത്തിയ കഠിനാധ്വാനവും തോൽപ്പിക്കാൻ മോദിയും BJP-യും നടത്തിയ മലീമസമായ പ്രവർത്തനങ്ങളും തരൂർ ഓർക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ശശി തരൂരിന്റെ നീക്കങ്ങൾക്ക് ശക്തി പകരുന്ന മറ്റൊരു ഘടകം പ്രധാനപ്പെട്ട പാർട്ടി യോഗങ്ങളിലെ അസാന്നിധ്യമാണ്. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ചേർന്ന പാർലമെന്റ് ശീതകാല സമ്മേളനവുമായി ബന്ധപ്പെട്ട സുപ്രധാന യോഗത്തിൽ നിന്ന് തരൂർ വിട്ടുനിന്നു. അമ്മയ്ക്കൊപ്പം ആയതിനാലാണ് പങ്കെടുക്കാൻ സാധിക്കാത്തതെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചത്. SAR വിഷയത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അനാരോഗ്യം കാരണം വിട്ടുനിന്നതായി അറിയിച്ചെങ്കിലും അതേസമയം പ്രധാനമന്ത്രി പങ്കെടുത്ത മറ്റൊരു യോഗത്തിൽ അദ്ദേഹം സാന്നിധ്യം അറിയിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുള്ള പോസ്റ്റുകൾ പങ്കുവച്ചതും വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്ക് കാരണം KC വേണുഗോപാലും ഞായറാഴ്ചത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ചുരുക്കത്തിൽ കോൺഗ്രസ് നേതൃത്വവും ശശി തരൂരും തമ്മിലുള്ള ഈ ഭിന്നത കേവലം പ്രസ്താവനകളുടെയോ വ്യക്തിപരമായ അതൃപ്തിയുടെയോ തലത്തിൽ ഒതുങ്ങുന്നില്ല. പാർട്ടിയിലെ പ്രധാന പദവിയിലിരുന്ന് കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുകയും പാർട്ടി നിലപാടുകളെ വെല്ലുവിളിക്കുകയും സുപ്രധാന യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നതിലൂടെ തരൂർ ലക്ഷ്യമിടുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ പുതിയൊരു സ്ഥാനം പാർട്ടിയിൽ നേടിയെടുക്കുക എന്നതാണ്, അല്ലെങ്കിൽ പാർട്ടിയെ കൊണ്ട് നടപടിയെടുപ്പിച്ച് രക്തസാക്ഷിയാവുക എന്നതാണ്. എന്നാൽ നടപടിയെടുക്കാതെ തരൂരിനെ ഒറ്റപ്പെടുത്താനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തന്ത്രം പാർട്ടിക്കുള്ളിലെ അതൃപ്തിയും ആഴത്തിലുള്ള അധികാര പ്രതിസന്ധിയുമാണ് തുറന്നുകാട്ടുന്നത്.